പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഫോണിലൊക്കെ വരുന്ന മെസ്സേജ്, അതേപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് റീഡ് ചെയ്ത് കേൾപ്പിക്കും. അതായത് നമുക്ക് ഇങ്ങനെ വായിച്ച് കണ്ണിന് സ്ട്രെയിൻ കൊടുക്കണ്ട, ജസ്റ്റ് കൈ കൊണ്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് വായിച്ച് കിട്ടണം. അതിന് പ്രത്യേകിച്ച് ആപ്ലിക്കേഷനൊന്നും വേണ്ട, നമ്മുടെ ഫോണിലുള്ള ഒരു സെറ്റപ്പ് തന്നെ. അതെങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കാം, അതേപോലെ തന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. നമ്മൾ ആദ്യമായിട്ട് സെറ്റിങ്സ് എടുക്കുക. അതിൽ തന്നെ അഡീഷണൽ സെറ്റിങ്സ്, അല്ലെങ്കിൽ ചിലതിൽ ഡയറക്റ്റ് തന്നെ ആക്സസിബിലിറ്റി കാണും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൽ ആക്സസിബിലിറ്റി മെനു അത് ഓൺ ചെയ്ത് ഇട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം സെലക്ട് ടു സ്പീക്ക് ഓൺ ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇനി അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഇപ്പോൾ നമുക്ക് റൈറ്റ് ബോട്ടമായിട്ട് ഒരു സിമ്പിൾ കാണാം, ഒരാൾ നിൽക്കുന്ന ഒരു സിമ്പിൾ കാണാം. അതിൽ റീഡ് ഇൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ഇനി നമുക്ക് റീഡ് ചെയ്യാനുള്ള ഭാഗം എടുക്കുക. എന്നിട്ട് ഈ ആക്സസിബിലിറ്റിയുടെ സിമ്പിളിൽ ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് വായിക്കേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇലക്ഷന് വോട്ട് ചെയ്യാൻ നാട്ടിൽ പോയിരുന്ന അപ്പോൾ അതുപോലെ നമുക്ക് കേൾക്കാം. ഇത് കാരണം നിയന്ത്രണങ്ങൾ അങ്ങോട്ട് കടുപ്പിക്കുകയാണ്. ഹിന്ദി എടുത്ത് നോക്കാം. ഹിന്ദി വായിക്കുന്നത് നോക്കി നോക്കാം. ഒരു ന്യൂസിൻ്റെ ഒരു പാർട്ട് എടുക്കാം. भारत और चीन के कोर कमांडर स्तर की 11वें दौर की बातचीत आज पूर्वी लद्दाख के चुशुल में हो रही है। सुबह 10:30 शुरू होने वाली इस वार्ता में एजेंडे के तहत गोगरा और हॉट स्प्रिंग से അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു, മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. മുമ്പൊക്കെ നമ്മൾ സിറി, ഐറിസ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്തായിരുന്നു. ഇപ്പം അതിൻ്റെ കാര്യമില്ല. ജസ്റ്റ് നമ്മുടെ ഫോണിലുള്ള ഒരു സെറ്റപ്പ് വെച്ചിട്ട് തന്നെ നമുക്കത് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഉപകാരമായിരിക്കും. അടുത്തൊരു പുതിയ ടിപ്പായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.